ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഇഞ്ചിക്കറി വെക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, നമ്മളിവിടെ ഒരു 1/4 കിലോ അടുത്ത് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 10-12 അല്ലി ചുവന്നുള്ളി വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് വാളംപുളിയാണ് വേണ്ടത്, അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് പിഴിയാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. പിന്നെ നമുക്ക് കടുക് ഇറക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് വേണം, 2 വറ്റൽമുളക് വേണം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് പിന്നീട് കടുക് ഇറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പൊടി ഐറ്റംസ് വേണ്ടത് ഉലുവാപ്പൊടി വേണം. ഇവിടെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ സ്പൂണ്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 2 സ്പൂണ്. പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും. നമുക്ക് ആദ്യം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും നമ്മൾ നന്നായിട്ട് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച്, നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്ത്, നമുക്കിപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട, അല്ലാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി, കാരണം നമ്മളിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കാൻ വേണ്ട. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചി നല്ലതുപോലൊന്ന് വാട്ടിയെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം നമ്മുടെ അത്യാവശ്യം ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ആ ഇഞ്ചി ഒന്ന് കോരി മാറ്റി വെക്കാം, നമുക്ക് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് നമുക്ക് ഇനി ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇഞ്ചി വറുത്തെടുത്തതുപോലെ തന്നെ നമ്മൾ ചുമന്നുള്ളി ഒരു 10-12 അല്ലി ചുമന്നുള്ളിയാണ്, അത്യാവശ്യം വലിയ ചുമന്നുള്ളിയായിരുന്നേ. അപ്പോൾ ഒരു 15 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് നല്ലതുപോലെ നമ്മൾ ഇഞ്ചി വറുത്തതുപോലെ തന്നെ ചുവന്നുള്ളി അതേ പാനിലിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറക്കുമ്പോൾ നമ്മൾ തീ ഇവിടെ നമ്മൾ അത്യാവശ്യം കൂട്ടി വെച്ച്, ഇത് അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ മുമ്പേ കാണിച്ച് നമ്മുടെ പുളിയില്ലേ, വാളംപുളി, നമ്മളൊന്ന് പിഴിഞ്ഞ് നല്ല അതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞ് മതി, അതിൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങ് കളയണം ബാക്കി. എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചി ഈ ചുവന്നുള്ളി ഇതാണ്ട് നല്ലതുപോലെ മൊരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചി ചുവന്നുള്ളിയും വറുത്തെടുത്ത് അതേ പാനിലേക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നമുക്ക് ഇനി കടുക് വറക്കാം. ആദ്യം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കതിലേക്ക് വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, ആ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും, അതുപോലെ തന്നെ നമ്മുടെ ആ 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വഴറ്റിയെടുത്തതിനകത്തോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച വാളംപുളി ഒഴിച്ചു കൊടുക്കണം. ഞാൻ പക്ഷേങ്കിൽ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ കടുക് വറുത്തതിന് ശേഷം ആദ്യം നമ്മൾ വാളംപുളിയുടെ ആ മിക്സ് വേണം പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മുടെ ഈ ചുവന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഈ ചതച്ച് വെച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. നമുക്ക് എത്രയും നീട്ടം വേണം നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുറുക്കിയെടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. പിന്നെ ചിലർ നമ്മളിതിനകത്ത് നമ്മുടെ ഈന്തപ്പഴമൊക്കെയാണ് ഉപയോഗിക്കുന്നത് മധുരത്തിന്, കാരണം പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഈന്തപ്പഴമല്ല, നമ്മളിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് നോക്കി, അപ്പോൾ കുറച്ച് പഞ്ചസാര ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഈന്തപ്പഴം നന്നായിട്ട് അരച്ച് ചേർക്കുന്നവരുണ്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ആ ഒരു തിളയൊന്ന് വരാൻ വേണ്ടിയിട്ട് നിൽക്കണം. നമ്മൾ നല്ലതായിട്ട് കുറുക്കി എടുക്കുന്ന അത്യാവശ്യം. അപ്പോൾ ആ തിള വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇഞ്ചിക്കറി വെക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഓക്കെ.